വിജി, ഗോയിസി എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരു ബ്രാൻഡായ സ്ഥാപനമാണ്. ഈ സർവീസ് കൊടുക്കുന്ന നിരവധി പേര് മാർക്കറ്റിലുണ്ടാവാം. മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? ഞങ്ങൾ എപ്പോഴും നമ്മുടെ എല്ലാ ടീമിനെയും പറഞ്ഞു പഠിപ്പിക്കുന്നത്, നിങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യം, വൈ ഗോയിസി? കറക്റ്റ്. വൈ ഗോയിസി എന്നുള്ളത് ഞാൻ ഇന്നും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ നമ്മൾ നാട്ടിൽ കണ്ടുവരുന്നത്, ഞാൻ ജിയോനോ ടാറ്റ പവറിനെയോ ഒന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സാധാരണ ഈ മോഡലിൽ ബിസിനസ് ചെയ്യുന്നവർ ചെയ്യുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ, ഇവർ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവരോട് പറയുന്നത് ഇലക്ട്രിഫിക്കേഷൻ ഇത്ര കോസ്റ്റ് ആവും, KEB അല്ലെങ്കിൽ ബെസ്കോം എന്ന് പറയുന്ന പാർട്ടിൽ ഇത്ര കോസ്റ്റ് ആവും, പിന്നെ പറയുന്നത് ഒരു 5-6 ചാർജേഴ്സ് ഇങ്ങനെ നിരത്തി വയ്ക്കും. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ മതി, സാർ ഇതിന് 5 ലക്ഷം, മറ്റേതിന് 6 ലക്ഷം, 10 ലക്ഷം, മാറ്റം ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഇതിന് ഒരു 6 മാസം വാറണ്ടി ഉണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ക്വാളിറ്റി മാറ്റും. നമ്മൾ അങ്ങനെ ചാർജേഴ്സിനെ നിരത്തി ഒരാളുടെ മുമ്പിലും വെക്കുന്നില്ല. നമ്മളൊരു പ്രൊജക്റ്റിൽ ഒരു ചാർജർ തന്നെയാണ്. കാരണം പ്രശ്നമുണ്ടാവുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു പ്രവണത കാണുന്നത്, ഇപ്പം ചാർജർ വർക്ക് ചെയ്യുന്നില്ല എന്ന് കരുതുക, അവർ സ്വാഭാവികമായിട്ടും ചാർജർ മാനുഫാക്ചറിന്റെ നമ്പർ ഇൻവെസ്റ്റ് ചെയ്ത് വ്യക്തിക്ക് കൊടുക്കും. കറക്റ്റ്. ഇതൊക്കെ വാറണ്ടി ഉള്ളിടത്തോളം കാലം 6 മാസമോ 1 വർഷമോ 2 വർഷമോ ഈ ഉത്തരവാദിത്തം ആൾക്കാർ എടുക്കുന്നുള്ളൂ. നമ്മൾ ഉത്തരവാദിത്തം ലൈഫ് ലോങ് ആണ്. 20 years ഓഫ് കമ്മിറ്റ്മെന്റ് ആണ് നമ്മുടെ ഒരു ഫോക്കോ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇൻവെസ്റ്റ്കോക്കോ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കുന്നത്. അത് വേറെ ആർക്കും കൊടുക്കാൻ സാധിക്കില്ല. ദാറ്റ്സ് എ മാസീവ് ഡിഫറൻസ്. കാരണം അവിടുത്തെ ഒരു CCTV വർക്ക് ചെയ്തില്ലെങ്കിലും ലൈറ്റ് വർക്ക് ചെയ്തില്ലെങ്കിലും വി ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. അതല്ലാതെ KEBയുടെ ലൈനിൽ പവർ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ സാർ ഒന്ന് KEBയിൽ വിളിച്ചു നോക്കൂ എന്ന് പോലും ഞങ്ങൾ പറയുന്നില്ല. സോ വി ടേക്ക് ദ എൻറ്റയർ റെസ്പോൺസിബിലിറ്റി ആൻഡ് വി കൺസിഡർ നോട്ട് ആസ് എ ചാർജർ, ഇസ് ആസ് എ പ്രൊജക്ട് എന്നുള്ള രീതി.